അസ്സലാമു അലൈക്കും. സ്വർഗത്തിൽ പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുജാഹിദ് വിഭാഗത്തിൻ്റെ മുൻനിര നേതാവ് ഒരു കരിമ്പിലാക്കൽ മൗലവി പറയുന്നത് കേട്ടു. സംസം വെള്ളത്തിന് രോഗം ശിഫയാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടേക്ക് ഹജ്ജിന് പോകുന്ന ഹാജിമാർ എന്തിന് അവർ സാധാരണ അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കെട്ടിപ്പറക്കി കൊണ്ടുപോകണം? അവിടെ പോയിട്ട് അല്പം വെള്ളം കുടിച്ചാൽ പോരെ? ഇതൊന്നിലും വിശ്വസിക്കാത്ത, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും സ്വർഗ നരകങ്ങളിലും അതുപോലെ തന്നെ സംസം വെള്ളത്തിലും വിശ്വസിക്കാത്ത ഒരു വിഭാഗം യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അതിഥിയായി അള്ളാഹുവിൻ്റെ വിളി കേട്ട് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവിടെ ചെന്നതിന് ശേഷം സൂര്യാതാപത്തിലും തീപിടുത്തത്തിലും അപകടങ്ങളിലും മരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അതിഥികളെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത, കഴിവില്ലാത്ത അള്ളാഹുവിനാണോ സർവ്വ കഴിവും എന്ന് പറയുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും ഒരുമിച്ചെടുത്താൽ നമുക്ക് തോന്നുന്നു അല്പം ആശ്വാസം, അല്പം നല്ല ചോദ്യം നിരീശ്വരവാദികളുടേതാണ്. കാരണം അവർ വിവരമില്ലാത്തവരാണ്. വിവരമുള്ള മൗലവി, താങ്കൾ മുഴുവൻ ഖുർആനിനെയും മുഴുവൻ ഹദീസും ഖുർആനും പഠിച്ച് രചിക്കപ്പെട്ട സർവ്വ ഉസ്താദുമാരുടെ സർവ്വ ഗ്രന്ഥങ്ങളെയും ഒരുപോലെ നിഷേധിക്കുകയാണ്.